ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഹൗ ടു കുക്ക് ചിക്കൻ ഫ്രൈ എന്നുള്ളതാണ്. അപ്പം മദേഴ്സ് ഡേ ആയിട്ട് എൻ്റെ മകൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ പീസസാണ് വേണ്ടത്. ആദ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി അതിലേക്കിടുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇടുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി. അപ്പം ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിന് മുളക് പൊടി ഇടാം. എങ്ങനെയായാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഉപ്പ് പൊടി ഫുൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി. 1 ടീസ്പൂൺ ഉപ്പ് പൊടി. അതിനുശേഷം കുറച്ച് തൈര്. ഇത് കുറച്ച് വെണ്ണയുള്ള തൈരാണ്. അതും കൂടി കൂട്ടി ചിക്കനിലേക്ക് ഒഴിക്കുക. പീസസിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ കുറച്ച് തൈര്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തൈരും ഒക്കെ നന്നായിട്ട് ചിക്കനിലും ഉപ്പും ഒക്കെ പിടിക്കുന്ന രീതിയിൽ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. ഇതൊരു നന്നായിട്ട് മിക്സ് ചെയ്യണത് വരെ ഒന്ന് ഇത് ചെയ്യുക. ഇത് ഏറ്റവും സിമ്പിളറായിട്ടുള്ള മെത്തേഡാണ്. വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി കുറച്ച് എണ്ണ, ഫുള്ളായിട്ട് കുറച്ച് നന്നായിട്ട് എണ്ണ. ഓക്കെ, എണ്ണ എത്ര ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഉണ്ടാക്കി ഇതിൽ മിക്സ് ചെയ്യണം നല്ലതാണ്. ഇതിപ്പോൾ കുട്ടികളുണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ അവരോട് അത്രയും കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ സമയം കിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താലും ചിക്കന് നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക. പാൻ അടുപ്പത്ത് വയ്ക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് പാനിൽ നിന്ന് വറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒരു ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നിർത്താം നമുക്ക്. ഓക്കെ, ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുന്നതല്ല, ഷാലോ ഫ്രൈ ആയിട്ടാണ്. ചെറിയ തീയിൽ വെച്ച് നമ്മൾ മറിച്ചിട്ട് വേവിച്ച് അങ്ങനെയാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അധികം എണ്ണയാവില്ല. അതുപോലെ മസാലാസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു നല്ല ചിക്കൻ 65 പോലെ ഒരു ചെറിയ ചിക്കൻ പീസസ് ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പോൾ എണ്ണ പതുക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം.
ഇനി കുറച്ച് നമുക്ക് പതുക്കെ ആയിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചിക്കൻ പീസസ് ഇടാനായിട്ട്. ഏറ്റവും സിമ്പിളർ മെത്തേഡിലാണ്, വേറെ യാതൊരു മസാലാസോ ഒന്നും ഉപയോഗിക്കാതെ വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ കുറച്ച് തൈരും കൂടി ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി ചിക്കൻ ഫ്രൈ എങ്ങനെയാണെന്നുള്ളത്. ഇത് ആർക്ക് വേണമെങ്കിലും വിത്ത് മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാവുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും, അതെല്ലാം അതിലേക്ക് തന്നെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി അതിന് ശേഷം ഇത് മൂടി വയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് നമ്മൾ തീ വളരെ ആദ്യമേ കുറച്ച് ഫുൾ തീയിലൊന്ന് വെക്കുക. എന്നിട്ട് ഇതിലൊന്ന് ഒരു മീഡിയം കുക്ക് ആവണവരം വരെ ഒരു ഫുൾ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്കൊരു 2-3 മിനിറ്റ്സത്തേക്ക് ഫുൾ തീയിലൊന്ന് വെക്കുക. അത് അടച്ച് വെച്ചിട്ട് വെക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കൻ ഫുൾ തീയിലാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. തിളക്കിയല്ല, എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് ആദ്യമേ നമ്മൾ തീരെ സിമ്മായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിക്കൻ്റെ പീസിലേക്കും ഈക്വലായിട്ട് ചൂടെത്തിയില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ചൂടൊക്കെ എത്തി എണ്ണയിൽ നന്നായിട്ട് കുക്കായതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇപ്പോൾ നമ്മളത് അടച്ച് വെക്കാൻ പോവുകയാണ്. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ചിക്കൻ്റെ പീസസ് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് തീരെ സിം ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫുൾ തീയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്താൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ആ എണ്ണേനേക്കാളും കൂടുതൽ വെള്ളമായി വന്നതുണ്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇടണം. പക്ഷെ മറിച്ചിടുക അല്ല, തിരിച്ച് മറിച്ചിടുകയല്ല. കാരണം ഇതൊന്ന് കുക്കാവുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ്. എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുക എന്നുള്ളതിനേക്കാളുപരി ജസ്റ്റ് അതിൻ്റെ പീസുകളൊക്കെ ഒന്ന് കുക്കാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി എല്ലാ പീസുകളും ഒന്ന് മറിഞ്ഞൊക്കെ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചെറിയ പീസായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇതൊരു ചെറിയ പാത്രമാണ്. അപ്പോൾ ചെറിയ പീസുകൾ എടുത്ത് നമ്മളിപ്പോൾ ഇത് ഫുൾ തീയിൽ വെച്ചേക്കുന്നത് കൊണ്ട് ഇനി ഇത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം, ഇപ്പോൾ ഇപ്പോഴും ഫുൾ തീയിൽ തന്നെയാണ്, അതിന് ശേഷം ഒന്ന് ചെറിയ തീയിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഏറ്റവും സിമ്മല്ല, ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റാം. ഓക്കെ, ഇങ്ങനെ ഇരുന്നൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ മീഡിയം തീയിലിരുന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് 5 മിനിറ്റ്സിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി എല്ലാം മറിച്ചും തിരിഞ്ഞുമൊക്കെ വന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തീരെ സിമ്മിൽ വെച്ചിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ്സോടെ കഴിയുമ്പോൾ നമുക്കിത് കുക്കായി കിട്ടും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ്സിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ചിക്കൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാനൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ ഫുൾ തീയിൽ വെച്ചുകൊണ്ടിരുന്ന് തിളയ്ക്കും പോലെ തന്നെ ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്. വേറെ ഫ്രൈ ആവാറാണ് അവസ്ഥയിലൊന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. എല്ലായിടത്തും ഈക്വലായിട്ട് ഒന്ന് എത്തണയിടം വരെ. ഇപ്പോൾ നമ്മളുടെ കുക്കിംഗ് തുടങ്ങുമ്പോൾ ഈ വെള്ളമൊക്കെ എല്ലാം വറ്റി നല്ലോണം വെന്ത് അത് ഫ്രൈ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സ്റ്റേജിലാണ് നമ്മൾ സിമ്മായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെട്ടണേരം വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ഇതിൻ്റെ സെയിം അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം നന്നായിട്ട് വന്ന് അതിൻ്റെ അകത്ത് കിടന്ന് കുക്ക് ചെയ്ത എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വൈറ്റിഷ് കളറിലൊക്കെ ഇടയ്ക്ക് ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലേ, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാകും. നന്നായിട്ട് കുക്ക് ചെയ്ത് ഇരിക്കുന്ന ചിക്കൻ പീസായിരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ശരിക്കും നല്ല തീയിൽ തന്നെ ഇത്
അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം, ഇപ്പോൾ ഫുൾ തീയിലാണ് ഇരിക്കുന്നത്. ഫുൾ തീയിലിരുന്ന് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ മൂടി മാറ്റി ചെറിയ സിമ്മിലിട്ട് തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചു. സിമ്മിൽ നിന്ന് മാറ്റി, ഫുൾ തീയിൽ നിന്ന് മാറ്റി ഒരു മീഡിയത്തിൽ നിന്ന് മാറ്റി ജസ്റ്റ് സിമ്മിലേക്ക് ഞാൻ വെക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളമൂടെ വറ്റാനുണ്ട്. അപ്പോൾ അത് വറ്റണേരം വരെ നമുക്കൊന്നുകൂടെ ഒന്ന്, ഇപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ആദ്യമേ ഒഴിച്ചത്. നമ്മൾ അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ കാണുന്നത്. കുറച്ച് വെള്ളമുണ്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒന്നോടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് തന്നെ നമ്മൾ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഓക്കെ. ബട്ട് നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ ഇതും വറ്റും. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചാലും തീരെ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണതാണ് നല്ലത്, ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഫ്രൈ ആയി തുടങ്ങി. ജസ്റ്റ് കളറൊക്കെ മാറിയത് കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തോളം എണ്ണ തന്നെ അതിൽ അവിടെ ബാലൻസ് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഇറങ്ങിയിട്ടല്ല, പക്ഷേ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. അതുപോലെ ഫ്രൈ ആയി തുടങ്ങി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് തീരെ സിമ്മിലേക്ക് ആക്കി വയ്ക്കാം. സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് നോക്കി നിൽക്കാനായിട്ട് സമയം കിട്ടുവാണെങ്കിൽ സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കാം. തുറന്ന് വെച്ച് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നോക്കി നിൽക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ സിമ്മിലാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇപ്പോൾ സ്പൂണില്ലേലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ നോക്കി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിത് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് ഒന്നോടെ ഫ്രൈ ആക്കാനായിട്ട് വയ്ക്കും. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗ തീരെ സിമ്മിലാണ് ഇരിക്കുന്നത്. ഓക്കെ. നമ്മൾ സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പം അത് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈവനായിട്ട് അത് കുക്കായി വരില്ല, ഫ്രൈ ആയി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ കറുമുറാന്നുള്ള ഒരു രീതിയിൽ ഫ്രൈ ആകാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതൊരു സെമി ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാലാണ് ആ ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ ചിക്കൻ കഴിച്ചു എന്നുള്ള ആ ഒരു ഫീല് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കെമിക്കൽസ്, ഒരു അഡീഷണൽ ഫ്ലവേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ഈവൻ ഗാർലിക്കോ ജിഞ്ചറോ ഒന്നും ചേർക്കുന്നില്ല. ചുമ്മാ പെട്ടെന്നൊരു ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ തന്നെയാണ് കൂടുതൽ സമയം ഉണ്ടാക്കാറ്. അത്രയ്ക്കും സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ രീതിയിലേക്കൊക്കെ പോകത്തുള്ളൂ. മീൻസ് ടേസ്റ്റ് വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഗാർലിക്കിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും. അപ്പോൾ ഇതിപ്പോൾ പതുക്കെ സ്ലോ കുക്ക് ചെയ്ത് ഞാൻ ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ മൂടി വയ്ക്കുന്നില്ല, ഇങ്ങനെ തന്നെ ആസിറ്റീസ് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ചൊരു 5 മിനിറ്റ്സോടുകൂടി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ചിട്ടാണ്, ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. ഈ തീരെ സിമ്മിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് ഏകദേശം കുക്കാവുന്ന നേരത്ത് ഈ ചെറിയ സിമ്മിൽ വെച്ച് തന്നെ ഓഫ് ചെയ്യരുത്. നമ്മളൊന്ന് നന്നായിട്ട് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഏറ്റവും കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്നോടെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്നോടെ കൈ എടുക്കാതെ ഇങ്ങനെ ഒന്നോടെ ഒന്ന് ഇളക്കി ഒന്നോടെ ഫ്രൈ ചെയ്ത് ഈക്വൽ ചൂടാക്കി വരുത്തിയതിന് ശേഷം നമ്മൾ ഈ എണ്ണ വറ്റാത്ത രീതിയിൽ ഓഫ് ചെയ്ത്, ഞാനിത് സെപ്പറേറ്റ് കോരിയൊന്നും വയ്ക്കുന്നില്ല, ഈ പാത്രത്തിൽ തന്നെയാണ് കീപ്പ് ചെയ്യണത്. അപ്പോൾ പക്ഷേ എണ്ണ സെപ്പറേറ്റ് കിടക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇപ്പോൾ ഫുൾ തീയിൽ വെക്കണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ചെറിയ തീയിൽ വെച്ച് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ചിക്കനിലേക്ക് എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ കൂട്ടി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫ്രൈ ആയിരിക്കണം. എനിക്ക് ഒത്തിരി ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണം എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ക്രിസ്പി ആവണമെന്നുള്ളവർക്ക് ഒരുപാട് നേരം ഇതുപോലെ കുറച്ച് ഒരു 5 മിനിറ്റ്സോടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടണ രീതിയിലേക്കാണ് ഞങ്ങൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഫുള്ളായിട്ട് തന്നെ ആയിട്ടുണ്ട്. എൻ്റെ ഒരു ടെക്സ്ചറിന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ തീയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കണം. കണ്ടോ, എണ്ണ ഊറി വരുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ സിമ്മിൽ വെച്ച് തന്നെ ചെയ്തേർന്നെങ്കിൽ നമുക്കിത് വരില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫുൾ തീയിൽ വെച്ചിട്ട് തന്നെ ഇനി തീ ചെറുതാക്കണം. ചെറുതാക്കിയിട്ട് ഇനി എണ്ണ സെപ്പറേറ്റ് കിടക്കണം. നമുക്ക് എണ്ണയൊന്ന് ഇതിൽ നിന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ഈ പാൻ ഒന്ന് ചെരിച്ച് വെക്കുക. പാൻ ഇങ്ങനെ ചെരിച്ച് വെച്ച് താഴത്തോട്ട് വീഴാത്ത രീതിയിൽ ഇങ്ങനെ ചെരിച്ച് വെച്ച് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പൊസിഷനിലേക്കൊക്കെ വെക്കുമ്പോൾ ഇത് എണ്ണ സെപ്പറേറ്റും പീസ് സെപ്പറേറ്റുമായിട്ട് കിടക്കും. അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് പോരും. പിന്നെ എന്നിട്ട് തീ കൂട്ടിയിട്ടങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് സെർവ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാനിത് വേറെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റുന്നില്ല. ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ.